ഹലോ ഗൈസ്, വെൽക്കം ടു ഏരീസ് ആൻഡ് സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ബാംഗിൾസ് കളക്ഷൻ കുറച്ചേ ഉള്ളൂ. അതൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. എന്തായാലും ഇതൊക്കെ അലമാരിയിൽ ചുമ്മാ ഇരിക്കുമല്ലോ, ഞാനോ ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ചെയ്ത് വെച്ച് ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഒരുപാടായിട്ടൊന്നും പറയാനില്ല. കുറച്ച് കുപ്പികളുടെ കളക്ഷൻ എനിക്കുണ്ട്. ഇങ്ങനെ 2-3 ഷെയ്ഡിൽ സാധാരണ കാണുന്ന മറ്റേ ഭയങ്കര അങ്ങനെ തിളങ്ങുന്ന ഒരു ഗ്ലാസിൻ്റെ ഇല്ലേ, അങ്ങനെയല്ല, കുറച്ചൊരു മാറ്റ് ഫിനിഷ് ഉള്ള ഇത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എൻ്റെ ഒരു അശ്രദ്ധ കാരണം കുറച്ച് പൊട്ടിപ്പോയതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഞാൻ ഇട്ട് കാണിക്കാം. എൻ്റെ ഒരു കയ്യിൽ ഇങ്ങനെ ഫുള്ള് നിൽക്കുന്നല്ലോ, ഒരു ഓണം പ്രോഗ്രാമിന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിനായിട്ട് വാങ്ങിച്ചതായിരുന്നു. അന്നത് കാര്യമായിട്ട് പ്രയോജനപ്പെട്ടില്ല, എങ്കിൽ കൂടെ അതിനായിട്ട് വാങ്ങിയതായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കുറച്ചുണ്ടായിരുന്നു, ഒരു ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇത് ഫുൾ ഇത്രയും കൂടെ ഉണ്ടായിരുന്നു. എന്തോ ശ്രദ്ധയില്ലാതെ പൊട്ടിച്ചു. ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്രീനും മെറൂണും ഒക്കെ കുപ്പികളിട്ട് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു കൈ ഇങ്ങനെ ഫുള്ള് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കുറച്ച് പൊട്ടിപ്പോയി. നല്ല ഭംഗിയുള്ള സാധനമായിരുന്നു. കാണുന്നുള്ള ഒരു മാറ്റ് ഫിനിഷ് ആയതിന് സാധാരണ പോലെ അങ്ങനെ തിളങ്ങുമല്ല, അങ്ങനത്തെ കുപ്പികളല്ല. എനിക്കങ്ങനെ ഒത്തിരി വർക്ക് പോലുള്ള ഒത്തിരി തിളക്കമുള്ളത് അത്ര ഇഷ്ടമല്ല. ഞാൻ കുപ്പികളുടെ ഒന്നും ആളെ ആയിരുന്നില്ല. പിന്നെ ഓരോ കോസ്റ്റ്യൂമിനൊക്കെ ചേരുന്നതും ഭംഗി ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഇട്ടാൽ, സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ അങ്ങനെ ഇട്ട് ശീലിച്ചാൽ. എനിക്ക് ഡൗട്ടുണ്ട് പൊട്ടിയോന്ന്, കാരണം ഇത്ര അല്ലല്ലോ വരിക, കുറച്ചുകൂടി വരില്ല ഒരു സെറ്റിനൊക്കെ. ഇതും സെയിം, ഞാൻ ഒരേ ടൈപ്പിൽ തന്നെ വാങ്ങാം. മാറ്റ് ഫിനിഷുള്ള ഒരു കൈൻഡ് ഓഫ് ബ്ലൂ പറയാന്ന്. ഇതൊക്കെ സെറ്റ് സാരി പോലുള്ള സാധനങ്ങൾക്കൊക്കെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പല കളർ ഇടാൻ. അതുപോലെ ഇതേ തന്നെ പച്ച ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ പോയ സമയത്ത് എന്തോ ശ്രദ്ധയില്ലാതെ കുറേ സാധനങ്ങൾ കട്ടിൽ വെച്ച് അടുക്കി പറക്കിയപ്പോൾ ഇതിങ്ങനെ ഞാൻ കുറേ പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്ത് പൊട്ടാതിരിക്കാൻ അങ്ങോട്ട് എക്സ്ട്രാ കെയറിൽ സൂക്ഷിച്ചാണ്. ഇത് ഞാൻ എനിക്കറിയില്ല, അടുക്കളയിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് പൊക്കി നോക്കുന്ന സമയത്ത് ഇത് പൊട്ടിയിരിക്കാം. ഞാൻ മിക്കവാറും എൻ്റെ പുറത്ത് കയറി കിടന്നിട്ടുണ്ടാവണം, അല്ലാതെ ചുമ്മാ പൊട്ടില്ലല്ലോ. അങ്ങനെ പോയി. നല്ല ഭംഗി ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അത് കുറേ പൊട്ടിപ്പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് ഏതോ ഒരു ഡ്രസ്സിൻ്റെ ഭാഗത്തിന് ഇതെങ്ങാണ്ട് വാങ്ങിച്ച സ്റ്റോൺ വെച്ചൊരു ബ്ലൂ കളർ സ്റ്റോൺ വെച്ച് കുറച്ച് കൂടുതലൊന്നും ഉണ്ടായിരുന്നു. അറിഞ്ഞൂടെ, ഇപ്പൊന്നും കാണുന്നില്ല, അറിയില്ല. പിന്നെന്താ, ഇതും കുറച്ചുണ്ടായിരുന്നു. കുറേയൊക്കെ എൻ്റെ ശ്രദ്ധ കണ്ട് പൊട്ടിന്ന് തന്നെ വേണം പറയാൻ. ഇതെങ്ങനെയാണ് കാണുന്നത് എനിക്കത് അറിയത്തില്ല. ഇതുണ്ട് കണ്ടോ, അതിനകത്തെ കളർ കാണുന്നുണ്ടോ? ഒരു മുന്തിരി കളറൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്ര അങ്ങോട്ട് മുന്തിരി കളറിലോട്ട് എത്തിയിട്ടില്ല. എങ്കിലൊരു കൈൻഡ് ഓഫ് ഞാൻ ഉദ്ദേശിച്ച സാധനം വെൽവെറ്റിൻ്റെ ബാംഗിൾസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ്, ഈ കളറിലാണ്. പിന്നെ പോട്ടെ, ഇത് മതി എന്നുള്ള രീതിയിൽ. പിന്നെന്താ, ഇത് ഗ്രീനാണ്, പണ്ടത്തെ മോഡല്. ഇതെനിക്ക് ആരോ വാങ്ങി തന്നതാണ്. എൻ്റെ ഒരു അനിയത്തി കുട്ടി, അവൾ കുറേ കാലം മുമ്പ് എന്തോ വാങ്ങി തന്നതാണ് എനിക്ക്. ഇത് എത്ര മുന്നത്തെയാണോ, എന്നിട്ട് ഇത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്ത് വാങ്ങിച്ചൊക്കെ ഞാൻ പൊട്ടിക്കുകയും ചെയ്തു. ഈ ഗ്രീന് കുറച്ചുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തിടാം അല്ലേ. കുഴപ്പമില്ല, തൽക്കാലം അത് പൊട്ടി. ഇതും ഈ പറഞ്ഞ പോലെ ഇത് എൻ്റെ ഒരു വലിയ സെറ്റായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ കുറച്ച് വെച്ചു. ഇതെനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഫുൾ സെറ്റായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിത് സിംഗിളായിട്ട് ഇങ്ങനെ ഇടാൻ ഇഷ്ടമാണ്. സിമ്പിളായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സിമ്പിളായിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള വളമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കുറേയൊക്കെ ഞാനിങ്ങനെ സിംഗിളായിട്ട് ഇട്ടിട്ട് നശിപ്പിച്ചു. നാട്ടിൽ ചെല്ലുമ്പോൾ ഈ വട്ടം ഇതിൻ്റെ ഒരു സെറ്റ് വാങ്ങണമെന്നൊക്കെ ഞാൻ മറന്നു പോയി. ഇപ്പോഴാണ് ആലോചിക്കുന്നത് അതിൻ്റെ കാര്യം. പിന്നെ അവിടെ വീട്ടിൽ ഞാനിതിൻ്റെ ഒരു പകുതി മുക്കാൽ അവിടെ വെച്ചിട്ട് പോകും. എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് പൊതിഞ്ഞുകൊണ്ട് പോകണം. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടുന്ന് എൻ്റെ കുറേ ഫാൻസി ഐറ്റംസ് എടുത്തൊരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകാൻ മറന്നിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് പാഴ്സൽ അയപ്പിച്ചു. സ്പീഡ് പോസ്റ്റിൽ അത് എത്തിയില്ല. ഏതോ സ്പീഡ് പോസ്റ്റിൽ എത്തിയില്ല മീൻസ് അത്രയും സ്പീഡിലെത്തിയില്ല. അത് എപ്പോഴോ ആയെത്തി. എനിക്ക് എന്ത് ഫംഗ്ഷന് വേണ്ടിയാണോ ഞാൻ അത്രയും എമർജൻസി ആയിട്ട് സ്പീഡ് പോസ്റ്റിലൊക്കെ അയപ്പിച്ചു. ഇത് മാത്രമല്ല, കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊരു ബോക്സിൽ. അതൊട്ട് യൂസ് ആയതും ഇല്ല. അങ്ങനെ ആ കൂട്ടത്തിൽ കൊണ്ടുവന്നാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുറേ പൊട്ടിച്ചും കളഞ്ഞു, പ്രയോജനമില്ലാണ്ടായിപ്പോയി. പിന്നെ ഇതിപ്പോൾ ഇത്ര കാണിക്കാൻ മാത്രം വളകളുണ്ടാന്ന് ചോദിച്ചാൽ ഒത്തിരി ഇങ്ങനെ വ്ളോഗേഴ്സൊക്കെ ഒരുപാട് വെച്ച് വീഡിയോ കാണിക്കത്തില്ലേ, അങ്ങനെയൊന്നും കാണിക്കാൻ എൻ്റെ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ചാനലിലെ എൻ്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കുള്ളതിനും കൂടെ കാണിക്കാം. ഇരിക്കുകയല്ലേ അലമാരിയിൽ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് അമ്മയ്ക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കര വലുതാണ്, അമ്മയ്ക്ക് കൊള്ളു. എനിക്കിത് ഭയങ്കര ഇതുണ്ടോ, ഇത്തിരി ലൂസായിട്ട് കിടക്കുന്ന പോലെ.
ഞാൻ അമ്മയ്ക്ക് എന്തോ വാങ്ങിയതാണ്, സാരിയുടെ കൂടെ എന്തിൻ്റെങ്കിലും കൂടെ ഇടാലോ നോക്കാം. അമ്മ അങ്ങനെ ഇങ്ങനെ ഇടുന്നില്ല, ഞാൻ പിന്നെ ഒരു പരീക്ഷണത്തിന് വാങ്ങിയതായിരുന്നു. ഒരിടയ്ക്ക് എനിക്കിത് കയറാൻ പാടായിരുന്നു, ഇപ്പോൾ ഇത് കയറിയല്ലോ. ഇതങ്ങനെ കയറി, എനിക്കിത് കുറച്ച് ടൈറ്റായിരുന്നു, എനിക്കങ്ങനെ കയറാൻ പാടായിരുന്നു. ഇതെല്ലാം ഭംഗിയില്ലേ, എന്തെങ്കിലും ഒരു ട്രഡീഷണൽ അട്ടേൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പോകും. ഇതെല്ലാം ഭംഗിയുള്ളൊരു വള. പിന്നെ അങ്ങനെ കാണിക്കാൻ വളയല്ല ആക്ച്വലി, എന്തായിരുന്നു, ഗോൾഡൻ സാൻഡ്സ്റ്റോണോ, ഗോൾഡ് സാൻഡ്സ്റ്റോണോ അങ്ങനെ എന്തോ അത്ര പറയാം. ഈ ജെം സ്റ്റോൺസിൽ പെടുന്ന മാൻമെയ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് കോപ്പർ അങ്ങനെ വേറെ എന്തൊക്കെയോ മിക്സർ വെച്ചിട്ട് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്ലിറ്ററിങ് ഫീലിംഗ് ഒക്കെ ഉള്ള ഈ മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. ഇത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയത് ആക്ച്വലി. പുള്ളി ഇതാന്ന് തോന്നുന്നു വാങ്ങിയത് ആദ്യം. ഇതാണ്ടോ, ഇതാ പുള്ളി ആദ്യം വാങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് വാങ്ങി തന്നത് അതേ ഇത്. അപ്പോൾ എനിക്കിത് താല്പര്യം തോന്നില്ല, കുറച്ചുകൂടി ഇത് ഗ്ലോസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. എന്തോ ഇതാണ് ഗോൾഡൻ സാൻഡ്സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എന്താ നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ, ഒരു പോസിറ്റീവ് എനർജി, ഈ ജെം സ്റ്റോൺസിനൊക്കെ ഓരോ എനർജി ക്യാരി ചെയ്യുന്നുണ്ടെന്നോ ഒക്കെ പറയാറില്ലേ. അതുപോലെ എന്തൊക്കെയോ പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനം എന്ന് പറയുന്നു. കുറച്ച് നോർമൽ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് അല്ല, ഇത് കുറച്ച് റേറ്റായ സാധനമാണ്. ആദ്യം ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഇനി ഹസ്ബൻഡ് അടുത്ത് പോകുമ്പോൾ എനിക്ക് പുള്ളിക്ക് കൊണ്ട് കൊടുക്കണം. ഇത് പിന്നെ എനിക്കത് കുറച്ച് ആദ്യം എനിക്ക് വലിയ താല്പര്യം തോന്നില്ല, പിന്നെ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, കുറച്ച് കോസ്റ്റും ഉണ്ട്, നോർമൽ ബ്രേസ്ലെറ്റ് പോലെയുള്ള. ഇതിൻ്റെ എൻ്റെ ആക്ച്വലി ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ഒക്കെ പോയിരിക്കുന്നു. ഞാൻ എടുത്ത് വെച്ചതും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് ഞാൻ എടുത്തു വെച്ചാണേ, അപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇരുന്നത്, ബട്ട് കാണുന്നില്ല. പോട്ടെ. പിന്നെന്താ, പിന്നെ എൻ്റെ ഒരു എന്തായാലും കയ്യിലിടുന്ന സാധനങ്ങളല്ലേ കാണിക്കുന്നത്. ഈ വീഡിയോ ഈ വാച്ച് കൂടെ കാണിച്ചിട്ട് നിർത്തിയേക്കാം. പിന്നെ തരും ശരിക്കും പറഞ്ഞത് കുട്ടികളൊക്കെ ഇരുന്ന കൂട്ടത്തിലൊരു വാച്ചാന്ന് തോന്നുന്നുണ്ട്. രസമൊക്കെ ഉണ്ട്. എനിക്കല്ല, ഇങ്ങനത്തെ വേണമെന്ന് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പിന്നെ ആദ്യം വേണ്ട, എൻ്റെ ഓൾറെഡി ഒരു വാച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വലിയ താല്പര്യം കാണിച്ചില്ല. ഇത് പിന്നെ ഇവിടെ കുട്ടികൾക്ക് കണ്ടെത്തു വാങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് അമ്മ എനിക്ക് മാറ്റി വെച്ചത് എന്തുവാ, മൊത്തം ഞാൻ ഇടുന്നില്ല. ഇതൊക്കെ ഇത് ഭംഗിയുണ്ട്, രസമുണ്ട്. ഇത്തിരി സ്റ്റോണൊക്കെ വെച്ചിട്ട് അങ്ങനെ രസമുണ്ട്. നല്ല ഗ്രീൻ കളറിലൊക്കെ വന്നിട്ട് മൊത്തം ഇട്ട് കാണിക്കുന്നില്ല, സമയമില്ല. വീഡിയോ ഒരുപാട് ലോങ്ങാണ്, നിങ്ങൾക്ക് ബോറാകും. ഇപ്പോൾ തോന്നും ആകെ കുറച്ച് സാധനമുണ്ട്, പിന്നെ ഇതൊക്കെ വല്ലാണ്ട് ലോങ് ആവാണല്ലോ എന്ന് തോന്നും. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല വീഡിയോ, ഇത്തിരി ലോങ് ആക്കുന്നില്ല. പിന്നെ എൻ്റെ ഒരു നോർമൽ വാച്ച് മുന്നേ എപ്പോഴോ വാങ്ങിയത്, ഇത് ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഒരു ബ്രദറും എനിക്കൊരു ബ്രദറും എൻ്റെ ഫ്രണ്ടും എനിക്കൊരു ബ്രദറിനെ പോലെയൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്. അവൻ എനിക്ക് ഒരു അനിയനെ പോലെ, വളരെ ക്ലോസ് ഒരു ഫ്രണ്ടാണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയൊക്കെയാണ്. അവൻ എനിക്ക് മാരേജിന് ഗിഫ്റ്റ് ചെയ്തതായത് നമ്മുടെ മറ്റേ വാൻ ഹ്യൂസൻ ബ്രാൻഡിൻ്റെ അതിൻ്റെ വാച്ച്, ഒരു ബ്ലൂ കളർ. എനിക്കിഷ്ടമായത്, നല്ലൊരു ഫോമൽ ലുക്ക് തരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, ഇഷ്ടമാണ് എനിക്ക് വാച്ച്. വലിയ വാച്ച് ക്രൈസ് ഉള്ള ആളല്ല ഞാൻ, എന്നാലും അത്യാവശ്യം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വാച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നോർമലി കുറവാണ്. ആ ടൈമിൽ പിന്നെ പുറത്ത് പോകുമ്പോഴും ഞാൻ പൊതുവെ വാച്ചിൻ്റെ ആളായിരുന്നു. ഇപ്പോൾ കുറവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇത്. എനിക്കിതൊരു ഗിഫ്റ്റാണ്, സ്പെഷ്യലി എൻ്റെ ഭയങ്കര സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അല്ലാതെ കയ്യിലിടുന്ന സാധനങ്ങൾ വേറെ ഇങ്ങനെ എക്സ്ട്രാ എനിക്ക് കാണിക്കാമല്ലോ. പൊതുവെ ഞാൻ അങ്ങനെ കയ്യിൽ വള ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളല്ല. പിന്നെ ഓരോ സെറ്റ് സാരി അങ്ങനെയുള്ള എന്തെങ്കിലും കൾച്ചർ വെയറൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ ഇതിൻ്റെ ആളായതാണ്. പിന്നെ അല്ലെങ്കിൽ വാച്ച്, പിന്നെ നമ്മുടെ സ്ക്രഞ്ചീസ് എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടാവും, ബ്ലാക്കോ മെറൂൺ കളറിലോ അങ്ങനെ എന്തെങ്കിലും കളറിലെ സ്ക്രഞ്ചീസൊക്കെ ഞാൻ എപ്പോഴും കയ്യിലിടുന്ന ആളാണ്. ഹെയർ ആക്സസറീസ് ഒന്നും ഞാൻ കാണാൻ നിൽക്കുന്നില്ല, അതൊക്കെ ഒരുപാടുണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. സോ ഞാൻ ഇതിൻ്റെ കുറച്ച് ആളാണ്. ബാക്കി വേറെ എന്തെങ്കിലും ബാംഗിൾസും വാച്ചിനെയൊക്കെ ഞാൻ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ ഇതിപ്പോൾ എൻ്റെ നോക്കിയാൽ പല ഷെയ്ഡ്സ് ഉണ്ടാവും. ഇത് കുറച്ചധികം എൻ്റെ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യെത്തുന്ന ദൂരത്തിരിക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറച്ച് എനിക്ക് ഇത്തിരി സ്ക്രഞ്ചീസിൻ്റെ ആളാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്ക്രഞ്ചി ഉണ്ടാവും. മോഡേൺ വെയറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആക്സസറീസ് ഞാൻ പൊതുവെ കുറേ എന്തെങ്കിലും ഇതങ്ങനെ ഉണ്ടായ രസമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് എടുത്തപ്പം കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരം വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.